ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ തമ്പനയിൽ പറഞ്ഞതുപോലെ തന്നെ ബിഗ് ബോസ് വീട്ടിലെ ഈ ഒരു ഫ്ലവറാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനുവേണ്ടി നമ്മൾ റെഡ് കളർ ക്രീപ്പ് പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിൽ നിന്ന് നമുക്ക് വലുപ്പത്തിന് ആവശ്യമായ 4 പീസസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പം നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് ഒരു മീഡിയം സൈസ് ഫ്ലവറാണ്. അതിന് ഈ ഒരു നീളവും വീതിയും മതിയാകും. അല്ല നിങ്ങൾക്ക് വലുതാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ നീളവും വീതിയും കുറച്ച് കൂട്ടിയിട്ടെടുക്കാം. അപ്പോൾ 4ഓ 5ഓ എത്ര ലെയർ വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് അട്ടിക്ക് വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മടക്കി കൊടുക്കാം. ഫ്ലവർ മേക്കിങ്ങിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ ഇത്. ഇതേ നമ്മളിങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും സെൻറ്ററിലായിട്ട് ഒരു നൂല് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ആ കെട്ട് നല്ല ടൈറ്റ് ആയിരിക്കണം, അഴിഞ്ഞു പോകരുത്. വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ ഇത്. ഇതേ അങ്ങനെ നമ്മൾ നൂലൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ഇതുപോലെ ആ ഒരു വീഡിയോ കാണിക്കുന്ന വിധം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ വളച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. 2 സൈഡും അതുപോലെ ഒന്ന് വളച്ച് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് നിവർത്തിയെടുക്കാം. ആദ്യം നമുക്ക് കട്ട് ചെയ്യാം. എന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ കാണിക്കുമ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ. ഈ 2 സൈഡും ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വിടർത്തിയെടുക്കാം. 2 സൈഡും ശരിക്കും നമ്മളൊരു ഫ്ലവർ പോലെ തന്നെ വിടർത്തിയെടുക്കാം. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ 4 അട്ടി വെച്ചിട്ടാണ്, പേപ്പർ അട്ടി വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അതിൽ ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിങ്ങനെ ഒന്ന് മുകളിലോട്ടും താഴോട്ടും ഒക്കെ ആയിട്ട് ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടൊന്ന് നിവർത്തിയെടുക്കണം കേട്ടോ. നമ്മൾ എല്ലാം ആ ഒരു 4 എണ്ണം ഇതുപോലെ ഒന്നിച്ചിട്ട് പറ്റി നിന്നിട്ടാണ് ഉണ്ടാവുക. അതൊക്കെ ഇങ്ങനെ വേർതിരിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ഫ്ലവർ റെഡി ആയി കിട്ടും. അങ്ങനെ നമ്മളെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലത്തെ 2 എണ്ണമാണ് ഉണ്ടാക്കിയത്. ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ് ഉണ്ടാക്കിയത്. ഇനി നമുക്ക് ഇതൊരു സ്റ്റെമ്മിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റെം ഉണ്ടാക്കണം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സ്റ്റിക്ക് ചെറുതായത് കൊണ്ട് ഞാൻ ഇതുപോലെ 4 എണ്ണം ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഒന്ന് ഗ്ലൂ ചെയ്തെടുത്തതാണ്. ഇങ്ങനെയാണ് ഗ്ലൂ ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ ഒരു ഗ്രീൻ കളർ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുത്തു. അപ്പോൾ ലീഫിന് വേണ്ടിയിട്ട് കളർ പേപ്പർ കയ്യിലില്ലാത്തത് കൊണ്ട് ഈ ഒരു ഗ്രീൻ കളർ ബാഗ് ഒരു ഷീറ്റ് കയ്യിലുള്ളത് കൊണ്ട് അതിനകത്താണ് ഞാൻ ലീഫ് കട്ട് ചെയ്തത്. എന്നിട്ട് എല്ലാം തന്നെ യോജിപ്പിച്ചിട്ട് നമ്മളൊരു ബഞ്ചാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കയ്യിലുണ്ടായിരുന്ന ഒരു ബോട്ടിലേക്ക് നമ്മുടെ ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത്. ആ ബിഗ് ബോസ് വീട്ടിലെ ആ ഒരു ഫ്ലവർ ഈ ഒരു ഫ്ലവറും തമ്മിൽ മാച്ച് ഉണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു ക്രാഫ്റ്റ് വീഡിയോസ് ചാനൽ നിറയെ ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.